അന്യം ആർമീസ്. അപ്പൊ ഇന്ന് രാവിലെ ജൂൺ ജിമിൻ ജേഹോബും കൂടെ വന്നിരുന്ന 1.25 മണിക്കൂറോളം നീണ്ടു നിന്ന വ്യൂവേഴ്സ് ലൈവ് നിങ്ങൾ കണ്ടിരുന്നോ? കണ്ടാലും ഇല്ലെങ്കിലും ഈ ഒരു ലൈവിന്റെ ചെറിയൊരു മലയാളം എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ ഞാനിവിടെ ചെയ്യാൻ പോണത്. അപ്പൊ കഴിഞ്ഞ തവണ ലൈവിൽ വന്ന് കിം ബ്രദേഴ്സ് പറഞ്ഞ പോലെ ഇത്തവണ ജേഹോപ്പിനെയും ജിമ്മിനെയും ഒക്കെ കൂട്ടിയിട്ടാണ് ലൈവിൽ വന്നിരുന്നത്. പക്ഷെ അപ്പൊ നമ്മുടെ കിം ബ്രദേഴ്സിലെ ജിന്നില്ലായിരുന്നു എന്ന് മാത്രം. ഇനി ഈ ലൈവിന്റെ തുടക്കത്തിൽ ആർമീസിനോട് ഹായ് പറയുന്ന ജേഹോപ്പ് കമോൺ വിങ്ങിന്റെ കമന്റ് കണ്ടിട്ട് ആ ഒരു കമന്റ് വായിക്കുന്നുണ്ട്. എന്നിട്ട് കമോൺ വിങ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആറമ്മും ഇന്ന് കമോൺ വിങ്ങിന്റെ സൈൻ ബോർഡ് കുറെ കണ്ടിരുന്നു കോൺസെർട്ടിന്റെ ഇടയ്ക്ക് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അതെന്ത് ഈ കമോൺ വിങ് എന്ന് ചോദിക്കുമ്പോ ആറം പറയണത് അത് അവര് ഹോട്ട് വൺസിൽ പോയപ്പോ ജിന്നും ചങ്കുക്കും കൂടെ കമോൺ വിങ് എന്നും പറഞ്ഞിട്ട് ചിയേഴ്സ് ആൻഡ് സ്റ്റാമ്പിങ് ഒക്കെ ചെയ്തിരുന്നില്ലേ, അതിനെ കുറിച്ചാണ് ആർമീസ് ആ ഒരു കമോൺ വിങ് എന്നുള്ള പറഞ്ഞുള്ള സംഭവം ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ലൈവ് 4 ആളും കൂടി വന്നത് ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോഴാണ്. അപ്പൊ ഫുഡ് കഴിക്കലാണ് ഇതിന്റെ മെയിനെ. അതിൽ ജേഹോപ്പ് തന്റെ ബാക്ക് വേദനിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ ആറം അത് എന്തുകൊണ്ടാന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ജേഹോപ്പ് പറയുന്നത് ഞാൻ റൺ BTS സോങ് പെർഫോം ചെയ്തപ്പോ കുറച്ച് കൂടുതൽ ആവേശത്തോടെ ചെയ്തതിന്റെ റിസൾട്ട് ആണ് ആ സംഭവം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഏലിയൻ ചെയ്ത സമയത്ത് സൺഗ്ലാസ് പറന്നു പോയത് പറയുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട് ഏലിയൻ ചെയ്തപ്പോ തന്റെ കഴുത്തിലിരുന്ന നെക്ലേസ് അഴിഞ്ഞു പോയ കാര്യം പറയുന്നുണ്ട്. ആറം പറയണത് ഈ ഒരു നെക്ലേസ് തന്റെ ഇയർ മോണിറ്ററിൽ കുടുങ്ങിയിട്ട് ആ ഇയർ മോണിറ്റർ പൊട്ടിപ്പോയി എന്നുള്ള കാര്യം പറയും. അതിൽ ജേഹോപ്പ് ആറമ്മിന് നിന്റെ ഒരു കാര്യം എന്നുള്ള തരത്തിലുള്ള ഒരു നോട്ടം നോക്കുന്നുണ്ട്. ഇങ്ങനെ അവരെ കോൺസേർട്ടിൽ ഉണ്ടായിരുന്ന ആവേശം കാരണം പറ്റിപ്പോയ കുറച്ച് സംഭവങ്ങളെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. അങ്ങനെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ആർമീസിനോട് പറയണത് അവർ കഴിഞ്ഞ ലൈവിൽ വന്നപ്പോൾ പറഞ്ഞ ആ ഒരു റെസ്റ്റോറന്റ് കണ്ടെത്തണ ഗ്യാങ് ഉണ്ടല്ലോ, ആ ഒരു ബഡ്ഡീസിന്റെ ചർച്ച തുടരുകയാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം പറയുമ്പോൾ ജേഹോബ് ചോദിക്കുന്നുണ്ട് അതെന്താന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ ആ ഒരു കൊറിയയിലുള്ള നല്ല നല്ല റെസ്റ്റോറന്റ് ഒക്കെ തെരഞ്ഞിട്ട് നമ്മൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പോയിട്ട് അവിടെ പോയി കഴിക്കുമല്ലോ. അപ്പൊ അങ്ങനെ പോയി കഴിക്കുന്ന ഒരു ഗ്യാങ് ആയ കാര്യങ്ങൾ ആർമീസിനോട് പറഞ്ഞിരുന്നു. ആ ഒരു സംഭവമാണെന്ന് പറയുന്നുണ്ട്. ഇനി ഇത് പറയുമ്പോൾ അവര് പറയുന്നുണ്ട് ജേഹോപ്പ് എല്ലാ സമയത്തും അങ്ങനെ വരുന്ന ഒരാളല്ല, പക്ഷെ തനിക്കൊരു മൂഡ് തോന്നണം അപ്പോഴേ ജേഹോപ്പ് വരുള്ളൂ എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ജേഹോപ്പും ആറമും കൂടെ മീറ്റ് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് കണ്ടിട്ട് നമ്മളെ അവിടെ അങ്ങനെ ഇരുന്നിട്ട് ഓരോന്ന് സംസാരിക്കുകയാണ്, ഇത് നോക്കിയിരുന്നിട്ടാണ് സംസാരിക്കണത്. അപ്പൊ ഇത് കണ്ടിട്ട് ആറം പറയുന്നുണ്ട് നീ ഏട്ടന്മാര് 2 ആളും കൂടി ഇത് ചെയ്യുന്ന നോക്കി അവിടെ ഇരിക്കുകയാണോ, നീ എന്ത് പണി കാണിക്കണം, നീയും കൂടെ ചെയ്യണ്ടേന്നുള്ള ആ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട് ശരിയാണല്ലോ, നിങ്ങളെന്ത് ഇങ്ങനെ ഇതുവരെ കാണിക്കാത്ത കാര്യങ്ങളൊക്കെ കാണിക്കണമെന്ന് വിയും ചോദിക്കുന്നുണ്ട്. അപ്പൊ ആറം അതങ്ങനെ നാച്ചുറലി ഇങ്ങോട്ട് വന്നു പോയി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് എന്നാലും ഏട്ടന്മാര് അനിയന്മാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു തരാന്ന് പറയുമ്പോ എന്ന് പറഞ്ഞവരെ പൊക്കുണ്ട്. ഇനി ഈ ഒരു സമയത്ത് അവിടെ നമ്മുടെ കപ്പ് നൂഡിൽസ് റെഡിയാക്കാൻ പോയിട്ടുള്ള ജിമിന്റെ ഒരു എൻട്രി ഉണ്ട് ആ കപ്പ് നൂഡിൽസും കൊണ്ട്. എന്നിട്ട് എല്ലാവരും കൂടെ പിന്നെ അതിന്റെ ഒരു ആവേശത്തിലായിരുന്നു കേട്ടോ, കഴിക്കാനുള്ളത് വന്നല്ലോ ഇനി നമുക്ക് കുറച്ചു നേരം കഴിക്കാന്നുള്ള കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ആ ഒരു നൂഡിൽസ് സ്പൈസി ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ അവർ ഈ ഒരു ലൈവ് വന്നിട്ട് നമ്മൾ തമ്മിലാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇനി ഈ ഒരു സമയം ജിമ്മിന് അവിടെ നിൽക്കുമ്പോൾ ആറം പറയുന്നുണ്ട് ജിമ്മിന് ഈ ഒരു ലെഗോളോ സ്റ്റൈൽ ഈയിടെയായിട്ട് ചെയ്യണോണ്ട് തന്നെ, അതായത് ഹെയർ സ്റ്റൈലിനെ കുറിച്ചാണ് പറയുന്നത്. എനിക്ക് ജിമ്മിനെ കാണുമ്പോൾ ഒക്കെ റിംഗ് എക്സ്പെഡിഷനിൽ പങ്കെടുക്കണം എന്നുള്ള ആ ഒരു ഇത് തോന്നുന്നുണ്ട് എന്നുള്ള പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ജിമ്മിന്റെ ഹെയർ സ്റ്റൈല് നല്ല ഭംഗിയുണ്ട് എന്നുള്ള കാര്യം ആറം പറയുന്നുണ്ട് കേട്ടോ. അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇനി ഇവർ ഈ ഒരു ലൈവ് നടക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ ആണ് സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു BGM നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നെ ആറം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആരാന്ന് പറയണ ആരെ സെലക്ട് ചെയ്ത്, അതായത് സ്വയം SB ആവണമുണ്ട് ആ സമയത്ത്. അതുപോലെ ആ ഒരു സമയത്ത് പറയുന്നുണ്ട് ആ ഒരു റൂമിൽ എപ്പോഴും ഒരു മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. തേന്റെ റൂമാണ്. അപ്പൊ ആ റൂമിൽ എപ്പോഴും മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതേപോലെ അവർ കഴിക്കുന്നതിൽ പിസ്സ ഉണ്ട്. അപ്പൊ ജിമ്മിന് അത് എടുക്കാൻ പോകുമ്പോൾ ജേഹോബ് പറയുന്നുണ്ട് ഇതാണ് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റാൻഫോർഡ് പിസ്സ. ഇത് ഞങ്ങൾ ഏകദേശം 2 പ്രാവശ്യമൊക്കെ പോയിട്ട് അവിടെ കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ കേട്ടോ ഈ ഒരു സംഭവം എന്നുള്ള ജേഹോബ് പറയുന്നുണ്ട്. അപ്പൊ തേയോ സമ്മതിക്കുന്നുണ്ട്. ആറവും പറയുന്നുണ്ട് ആ സംഭവം രസമുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ ജേഹോബ് പറയുന്നുണ്ട് ഞാനിത് പറയുന്നത് ഒരു അഡ്വർടൈസ്മെന്റ് പോലെ തോന്നണ്ട, സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറയണത് എന്നുള്ള പറയുന്നുണ്ട്. അപ്പൊ ആറം പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള തോന്നിയിട്ടുള്ള കാര്യം അങ്ങനെ തന്നെ പറയണ്ട, അല്ലാതെ അപ്പൊ അത് എങ്ങനെ പറയണ്ടെന്നുള്ള ആറം പറയുന്നുണ്ട്. ഇനി ഫുഡിന്റെ കാര്യം സംസാരിക്കുമ്പോൾ അവരെ സംസാരം അങ്ങനെ നീണ്ടു പോകുന്നത് നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ ഈ ഒരു സംസാരം നീണ്ടു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ജേഹോപ്പ് ഇറ്റലിയിൽ പോയിട്ട് കഴിച്ച പിസ്സേന്റെ കാര്യം എന്തോ ആറമിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആറം പറയണത് ഇറ്റാലിയൻ പിസ്സ ഓക്കെ കുഴപ്പമില്ല, പക്ഷെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ കൊറിയൻ പിസ്സയാണ് ഒന്നും കൂടെ ഇഷ്ടം എന്നുള്ള കാര്യം ആറം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവര് ഇനി ഇറ്റലി പോകുന്നുണ്ടോ റോമിൽ പോകുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പറയുന്നത് റോമിൽ പോകുന്നുണ്ട് എന്നാണ്. ഈ ഒരു സമയത്ത് ഈ ഒരു കാർബോണാര എന്നുള്ള ആ ഒരു പിസ്സേന്റെ കണ്ടന്റ് ഉണ്ടല്ലോ, ആ സംഭവത്തിന്റെ പേരെന്താന്നുള്ള ശരിക്ക് ഒറിജിനൽ നെയിം എന്തായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് അത് നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് എന്തായിരുന്നു ഒറിജിനൽ നെയിം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ആ സമയം ജിമ്മിൻ ഫ്രണ്ടിൽ പോയിട്ട് സ്റ്റാഫിനോട് റോമിലേക്ക് അവർ പോകുന്നുണ്ടോ എന്നുള്ള കാര്യം കൺഫേം ചെയ്തിട്ട് അവർ പോണില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇനി ഈ ഒരു ചർച്ച കഴിഞ്ഞ് നെക്സ്റ്റ് ചർച്ച വരുന്നത് കഴിഞ്ഞ
കഴിഞ്ഞ ലൈവിൽ ഇവർ വന്നപ്പോൾ നമ്മുടെ ജേഹോപ്പിന്റെ റോക്ക് ഹണീന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ആ ഒരു സംഭവം ആർമീസിനോട് പറഞ്ഞപ്പോൾ ആർമീസ് അതിനെ കുറിച്ച് ഭയങ്കര ക്യൂരിയസ് ആണെന്നുള്ളത് ജേഹോപ്പിനോട് ആറം പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സംഭവത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു പിന്നെ പറഞ്ഞത്. ആ ഒരു റോക്ക് ഹണിയിൽ അതായത് ആളിങ്ങനെ അതേപോലെ പെർഫോം ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ കഴിച്ചിരുന്ന ഒരു സംഭവം കൊണ്ട് തന്നെ അതൊരു ട്രഡീഷണൽ പോലെ ഒരു വിശ്വാസമാണ്. കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാവും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് കഴിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ പാരന്റ്സ് ആണ് കൊടുക്കല് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇപ്രാവശ്യം അയച്ചതിൽ മെമ്പേഴ്സ് കൂടുതൽ കഴിച്ചത് കൊണ്ട് തന്നെ കഴിഞ്ഞു. അപ്പോൾ പാരന്റ്സ് വീണ്ടും സംഭവം കഴിച്ചു. പക്ഷെ അത് ടേസ്റ്റ് വ്യത്യാസമുണ്ട് മറ്റതിനേക്കാളും എന്നുള്ള കാര്യം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതിനെ കുറിച്ച് ഇവർ ചർച്ച ചെയ്യണ്ടേ. പിന്നെ ഈ ഒരു സംസാരം ഒന്നിക്ക് പോവാന്ന് പറഞ്ഞ പോലെ ആ ഒരു ഫുഡ് കുറച്ച് സ്പൈസി ആണെന്ന് പറഞ്ഞതിന് ശേഷം അങ്ങനെ പറഞ്ഞു പിന്നെ ബുസാന്റെ കാര്യം പറയുന്നുണ്ട്. ആ ബുസാന്റെ കാര്യം പറയുമ്പോൾ ആറും പറയണേ ഞാൻ അങ്ങനെ അവിടേക്ക് അധികം കുറെ ആയി പോയിട്ട് ഞാൻ അങ്ങനെ പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി ഇത് പറഞ്ഞിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ജേഹോപ്പ് ജിമിനോട് ജിമിന്റെ അച്ഛൻ ഇപ്പൊ എങ്ങനെയുണ്ട്, നല്ല ഹെൽത്തി ആയിട്ടല്ലേ ഇരിക്കണം എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ ജിമിൻ പറയുന്നുണ്ട് ഹോപ്പ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു കോൺസെർട്ടിന് വന്നിട്ട് തന്നെ ഇത് സംഭവം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കലുണ്ട് അച്ഛന് സുഖല്ലേ എന്നുള്ള. അപ്പൊ ജേഹോപ്പ് പറയുന്നുണ്ട് പിന്നെ നമ്മളെപ്പോഴും പാരന്റ്സിന്റെ കാര്യമൊക്കെ അന്വേഷിക്കേണ്ടത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ ജിമിനോട് പിന്നെയും ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇപ്പൊ എങ്ങനെയുണ്ട്, ഹെൽത്തി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ജിമിൻ പറയുന്നുണ്ട് അച്ഛൻ ഇപ്പൊ നല്ല ഹെൽത്തിയാണ്, ഒന്നും കൂടി ഹെൽത്തി ആവാൻ ശ്രമിക്കുകയാണ്, തടിയൊക്കെ കുറച്ചിട്ട് ആള് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജേഹോപ്പ് ആറമ്മിന്റെ അച്ഛൻ ഇപ്പൊ എങ്ങനെയാണ്, സുഖമല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ ആറം പറയുന്നുണ്ട് എന്റെ അച്ഛന് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ നല്ല സുഖമാണ്, തന്റെ അച്ഛപ്പ ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജേഹോപ്പ് വീനോട് ചോദിക്കുന്നുണ്ട് വീന്റെ അച്ഛന് സുഖമല്ലേന്ന് ചോദിക്കുന്നുണ്ട്. വീ എന്റെ അച്ഛനും കുറച്ച് നേരം ആലോചിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആറം പറയുന്നുണ്ട് വീന്റെ അച്ഛനും ജേഹോപ്പിന്റെ അച്ഛനും ഫാഷനിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ വി പറയുന്നുണ്ട് ഫാഷനിസ്റ്റ് ഒക്കെ തന്നെയാണ്, പക്ഷെ ഇപ്പൊ അടുത്തായിട്ട് അച്ഛന് ഭയങ്കര മടിയാണ്, അപ്പൊ അച്ഛൻ എങ്ങോട്ടും പോലൊന്നുമില്ല, ഇപ്പൊ ഭയങ്കര വീട്ടിലിരുന്നിട്ട് വീട്ടിലത്തെ കാര്യങ്ങൾ എൻജോയ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പറയുന്നുണ്ട്. ആ ഒരു കാര്യം ഇങ്ങനെ വരെ ചർച്ച ചെയ്തിട്ട് വീട്ടിൽ എങ്ങനെ ഇരിക്കണത് എങ്ങനെയാ അങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ ആറമ്മിനെ പറയുന്നുണ്ട്. ആറം ഇവിടെ വന്നിട്ട് എങ്ങോട്ടും പുറത്തൊന്നും പോയിട്ടില്ലല്ലോ, നിനക്ക് എങ്ങനെ അതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ കഴിയുന്നുള്ള കാര്യം ആറമ്മിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആറും ഇവരോട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവര് പുറത്തു പോയ കാര്യം എക്സസൈസ് ചെയ്യുന്ന കാര്യമൊക്കെ ആറമ്മിനോടും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവര് ഗെയിം കളിക്കാറുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആറം അധികം പുറത്തു വരാത്ത കാര്യം അവർ പറയുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഞങ്ങൾ ചോദിക്കും നംജുനേട്ടൻ എന്താ ചെയ്യണം, നംജുനേട്ടൻ എവിടെയാന്നുള്ള കാര്യം ഞങ്ങൾ ചോദിക്കും, പക്ഷെ നംജുനേട്ടനെ ഞങ്ങൾക്ക് കിട്ടാറില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ആറം എന്നെ കുറിച്ച് ചോദിക്കുന്നതിന് നന്ദി എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇവർ പറയുന്നുണ്ട് ഈ ഒരു ഇടയായിട്ട് അധികം പുറത്തു വരാത്ത മെമ്പേഴ്സാണ് ജിന്നേട്ടൻ, നംജുൻ, അതേപോലെ തന്നെ ജങ്കുക്ക് ഒന്നും അധികം അങ്ങനെ വരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നംജുൻ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ അല്ലാതെ ബാക്കിയുള്ളവരൊക്കെ പുറത്ത് പോകലുണ്ട് എന്നാ തോന്നുന്നതെന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ യുങ്കിയേട്ടനെ കുറിച്ച് ഞങ്ങൾ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ പറയും യുങ്കിയേട്ടൻ അറിയുന്ന ആരെങ്കിലും കൂടെ ഫുഡ് കഴിക്കുകയാണെന്നോ അങ്ങനെ എന്തെങ്കിലും പറയും. അപ്പോൾ നംജുൻ എവിടെ ചോദിച്ചാൽ നംജുൻ എന്തെങ്കിലും ഇതേപോലെ തന്നെ ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഗാലറി കാണാൻ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം പറയുന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജേഹബ് പറയുന്നുണ്ട് ഞാനിപ്പോ എന്താ വെച്ചാൽ വീന്റെ കൂടെ അങ്ങനെ കുറെ നടന്നുകൊണ്ട് തന്നെ ഞാൻ വീന്റെ കൂടെ അങ്ങനെ പുറത്തു പോയിരുന്നു കുറച്ചെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വിയും ജിമ്മിനും എപ്പോഴും റൂമിലുള്ള കാര്യം പറയുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ അവർ പറയണത് ഈ ഒരു ടൂർ ഒന്നും കൂടെ കുറച്ചും കൂടെ ടൈം ഉള്ള പോലെ തോന്നുന്നുണ്ട്. അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് റെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ സ്ഥലങ്ങൾ കാണാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു ടൂറിൽ ഒരുപാട് ടൈം ഇങ്ങനെ ഇടയ്ക്ക് വരുന്നത് കൊണ്ട് തന്നെ കുറെ സമയമുള്ള പോലെ തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും റെസ്റ്റ് എടുക്കാനുള്ള ഒരു ടൈം ആവശ്യമാണല്ലോ, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ നംജുനും അതിനെ എഗ്രി ചെയ്യേണ്ടത്. ആ ഒരു സമയത്ത് ജെഹോവും പറഞ്ഞിട്ട് ശരിയാണെന്ന് പറയുന്നുണ്ട്. അതെന്ന് വെച്ചാൽ റെസ്റ്റ് എടുക്കാൻ ടൈം ഇല്ലെങ്കിൽ നമുക്ക് ഒക്കെ കൂടെ ഒരു സ്ട്രെസ്ഫുൾ ആയി പോകും, പിന്നെ ഒരു സമയമില്ലാത്ത പോലെ നമുക്കൊരു ടൈം കിട്ടാത്ത പോലെയൊക്കെ ഒരു ഫീൽ ആയി പോകും എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഹോട്ടലിലൊക്കെ ഇരിക്കുമ്പോൾ പുറത്ത് ഫാൻസ് ഉണ്ട്, ഇപ്പോൾ പുറത്ത് പോയാൽ ബുദ്ധിമുട്ടാവുമെന്ന് സ്റ്റാഫ് പറയുമ്പോൾ അവർ ഉള്ളിൽ തന്നെ ഇരിക്കും. എന്നാൽ ഇപ്പോൾ ഫാൻസ് പുറത്തുണ്ടെന്ന് പറയുമ്പോൾ അത് കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നുള്ള കാര്യമൊക്കെ വ്യൂ പറയുന്നുണ്ട്. അങ്ങനെ അത് സംസാരിച്ചിരിക്കുമ്പോൾ ജിമിൻ പറയുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ഇടയായിട്ട് എനിക്ക് മെമ്പേഴ്സിന്റെ എല്ലാവരെയും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഇവർ പറയുന്നുണ്ട് ഇപ്പൊ അവര് ജിമിനും ഫൈൻ ഡൈനിങ്ങിനോട് വലിയ പ്രശ്നമില്ലാന്ന് പറയുന്നുണ്ട്. അതായത് ജിമിൻ എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് ഫുഡ് കിട്ടിയിട്ട് പെട്ടെന്ന് കഴിക്കണം. അപ്പൊ ഇവിടുത്തെ ഈ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ എന്നൊക്കെ വെച്ചാൽ ഫസ്റ്റ് ഒരു ഇത് വന്നിട്ട് പിന്നെ ഒരു ഇത് വന്നിട്ട് അങ്ങനെയാണല്ലോ. അപ്പൊ ആ ഒരു ഇതിനുള്ള ഒരു ക്ഷമ ആൾക്കില്ല. അപ്പൊ പെട്ടെന്ന് സാധനം കിട്ടണം എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിനോട് ഭയങ്കര ഒരു ചടപ്പാണ്. പക്ഷെ ഇപ്പൊ ആളും അതിനോട് യോജിച്ച് പോകുന്നുണ്ട്. അങ്ങനെ ഡെസേർട്ടും കാര്യങ്ങളൊക്കെ ഇപ്പൊ കഴിക്കുന്നുണ്ട് എന്നുള്ള പറയുന്നുണ്ട്. അപ്പൊ ജിം പറയുന്നുണ്ട് ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല, മറ്റെന്താന്ന് വെച്ചാൽ ഒരു ഫുഡ് വന്നിട്ട് മറ്റത് വരണമെങ്കിൽ ടൈം ആവും, അപ്പത്തേക്ക് എനിക്ക് ഇങ്ങനെ വിശന്നോണ്ടിരിക്കും. അപ്പൊ ഒരു കൊറിയത്തെ പോലെ അല്ലല്ലോ അവിടുത്തെ ഒരു സ്റ്റൈല്, അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ജിമിന് ഇതേപോലെ തന്നെ 3 മണിക്കൂറോളം ഇരുന്നിട്ട് ഈ ഒരു ഫുഡ് കഴിക്കണം അങ്ങനത്തെ പോലത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയ കഥ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് അവിടെ പോയപ്പോ പെട്ടെന്ന് വീട്ടിൽ പോയാൽ മതി എനിക്ക് ആയിപ്പോയി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. സംഭവം ഫുഡൊക്കെ ടേസ്റ്റ് ആണ്, പക്ഷെ ആ ഒരു ടൈം ഉണ്ടല്ലോ അതാണ് പ്രശ്നം.
ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഇവർ ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ടാവും. ഫുഡാണല്ലോ മെയിൻ, തീമിനെ സംസാരമില്ലാതൊക്കെ ഈ ഒരു ഡെസേർട്ട് ജിമ്മിൻ കഴിക്കുന്നതിനെ കുറിച്ച്, അതേപോലെ തന്നെ ഒരു ടൈപ്പ് ഫുഡ് വേറെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അങ്ങനെ അങ്ങനെ പറഞ്ഞു പോയിട്ട് ഈ ഒരു എല്ലയിലെ ഫുഡ് കഴിക്കുന്ന രീതിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ടോപ്പിക്കാണ് ഉറക്കം. ഉറക്കത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഒക്കത്തിനും ഉറക്കമല്ല എന്നുള്ള കാര്യമാണ്. കാരണം അതിൽ ഏറ്റവും കൂടുതൽ നേരത്തെ കിടക്കുന്നത് ജേഹോബ തോന്നുന്നുണ്ട്. ജേഹോബ് 12 മണിക്ക്, 3 മണിക്ക്, പിന്നെ വി 8 മണിക്ക് എന്ന് പറഞ്ഞപ്പോൾ ഒരു അന്തം വിട്ട് നോക്കി. കാരണം വി പറഞ്ഞ 8 മണി രാത്രി 8ആണോ പകൽ 8ആണോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ രാവിലെ 8ആയിരുന്നു, വി പറഞ്ഞ 8. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ആള് ഇത് കേട്ടാൽ ഉറങ്ങുന്ന പറഞ്ഞുള്ള ഒരു സംഭവം ഉണ്ട്. ആ ഒരു സംഭവം കേട്ടിട്ട് കിടന്നിട്ട് ഉറങ്ങാൻ നോക്കിയതാണ്. പക്ഷെ അത് കേട്ടിരിക്കാൻ നല്ല രസായം കൊണ്ട് തന്നെ 4 മണിക്കൂറോളം ഞാനത് കേട്ടിരുന്നു. അതായത് 4 മണിക്കാണ് ആളിത് കേട്ടിരിക്കുന്നത് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് കേട്ട് 4 മണിക്കൂറോളം ഇരുന്നു. അപ്പൊ 8 മണിയായിട്ടാണ് പിന്നെ ഉറങ്ങണമെന്ന് പറയുന്നുണ്ട്. ഇതെത്ര കേട്ടിട്ടും ഉറക്കം വരുന്നില്ല എന്ന്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ വിക്ക് ജിമ്മിനൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കലും ഉറക്കം വരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഫണ്ണി ആയിട്ടുള്ള സംഭവങ്ങൾ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഒരിക്കലും കേൾക്കാൻ പാടില്ല. നമ്മൾ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ കേൾക്കണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരുന്നുള്ള കാര്യം വിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഫുഡ് കഴിച്ച് കഴിയുന്നുണ്ട്. പിന്നെ അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഡെസേർട്ട് കഴിച്ചാലെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അവിടെ ക്ലീൻ ആക്കണ്ട്. ഈ സമയത്ത് ജേഹോബ് കമന്റ്സ് വായിക്കുന്നുണ്ട്. ഫസ്റ്റ് കമന്റ് എന്റെ 7 ആൾക്കാരും സുഖമായിരിക്കുന്നു എന്നാണ്. അപ്പൊ അതിന് നംജുനും ജേഹോബൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട് 7 ആൾക്കാർ സുഖമായിരിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് കമന്റ് ജേഹോബ് വായിക്കുന്ന ഡാഡി നംജുൻ എന്നാണ്. ഇതിന് നംജുൻ അവിടെ നിന്ന് ഉത്തരം പറയണത് എന്താണെന്നറിയോ? ഞാൻ ഇനി കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യമായിട്ട് ആള് പറയണത്. അപ്പൊ ഈ ഒരു സംഭവം പറയുമ്പോൾ തന്നെ എല്ലാവരും ചിരിക്കുന്നുണ്ട്. ഇനി ഇത് കേട്ടിട്ട് വി പറയണ വേറൊരു കാര്യമുണ്ട്. അപ്പൊ ബി പറയണത് എന്താന്ന് വെച്ചാല് ഈ ഗേൾ ഫ്രണ്ട്, നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്നുള്ള ആ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ അതിനുള്ള ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ആൻസർ ആട്ടോ. ഡു യു ഹാവ് എ ഗേൾ ഫ്രണ്ട് ഡിഫറെന്റ് നേഷൻ ഇമാജിനേഷൻ എന്ന് പറഞ്ഞുള്ള ആ ഒരു സംഭവം പറയേണ്ടത്. അതായത് ഗേൾ ഫ്രണ്ട് എന്നുള്ള ഒരു സംഭവമൊക്കെ ഇമാജിനേഷനിലാണെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പിന്നെ ബാക്കി കുറെ കമന്റ്സ് ഇവർ വായിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ജിന്നായിട്ട ഒരു കമന്റ്, മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് ഇവർ വായിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അവരെ ഡെസേർട്ട് വരുന്നുണ്ട്. ഈ ഒരു ഡെസേർട്ട് എടുക്കാൻ പോണ സമയത്ത് ഇവര് കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. പൊക്കിമോൻ, പിക്കാച്ചു, പങ്കുരി, അങ്ങനെ കുറെ സംഭവങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് വേറെ ഒന്നല്ല, അവർ ചെറുപ്പത്തിൽ കണ്ടേന്ത്, ഇഷ്ടപ്പെട്ടേന്ത്, അങ്ങനത്തെ കഥ, പിന്നെ ഈ ഒരു കാർട്ടൂണിന്റെ കഥ, പിന്നെ ഈ ഒരു കാർട്ടൂണിൽ ഏതാ ബെറ്റർ, അങ്ങനെ പറഞ്ഞ അവസാനം ഇവർ അടി കൂടുന്നുണ്ട്. അങ്ങനെ വലിയ അടിയൊന്നല്ല, എന്നാലും കാർട്ടൂൺ ക്യാരക്ടേഴ്സിൽ ഏതാണ് ബെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയൊരു അടി ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. അങ്ങനെ ഇവർ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ആറം പറയുന്നുണ്ട് ഞാൻ പോക്കിമോൻ കണ്ടിട്ടാണ് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വി ചോദിക്കുന്നുണ്ട് അതെങ്ങനെ പോക്കിമോൻ കണ്ടിട്ട് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ചോദിക്കുമ്പോൾ ആറം പറയുന്നുണ്ട് ഞാൻ അതൊക്കെ ഇംഗ്ലീഷിലാണ് വാച്ച് ചെയ്തത്, എന്താ കൊണ്ട് ആ ഒരു ഉപകാരം ഉണ്ടായെന്നുള്ള കാര്യമാണ് ആറം പറയുന്നത്. എന്നാൽ ഇങ്ങനെ സീരിയസ് അല്ലാത്ത കാര്യങ്ങളും വെച്ചിട്ട് തല്ലൂടാൻ നമ്മൾ മെമ്പേഴ്സിന് കഴിഞ്ഞിട്ടേ ആൾക്കാരുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ജങ്കുക്കി മെമ്പേഴ്സിന് വിളിക്കുന്ന പേരുകൾ പറയുന്നുണ്ട്. അതായത് പണ്ട് ജങ്കുക്കി ആറമ്മിന് എപ്പോഴും മോണിയോങ് അങ്ങനെ വിളിച്ച് പെട്ടെന്ന് ഒരു ഇതിൽ അത് പെട്ടെന്ന് നിർത്തിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആറം പറയണ്ടായി ഞാൻ മിലിറ്ററിയിൽ പോയി വന്നതിന് ശേഷമാണ് അത് നിർത്തിയെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നംജുനേട്ടൻ നംജുൻയോങ് എന്നാണ് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം പറയുമ്പോൾ വി പറയുന്നുണ്ട് അവൻ എന്നെ സാധാരണ തേങ്ങിയോങ് എന്ന് വിളിച്ച് സ്റ്റേജ് കയറുമ്പോൾ അവൻ വിയോങ് എന്ന് വിളിക്കും. പെട്ടെന്ന് എനിക്കതൊരു ഒരുമാതിരിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആറം പറയുന്നുണ്ട് അവൻ ഭയങ്കര പ്രോ ആണല്ലോ കാര്യത്തിൽ എന്നുള്ള കാര്യം ആറം പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ നിന്റെ റിയൽ നെയിം അറിയാത്ത ആൾക്കാരും ഉണ്ടാവുമല്ലോ, അപ്പൊ പിന്നെ ഈ ഒരു വി എന്ന് വിളിക്കുമ്പോൾ എല്ലാവർക്കും അറിയാലോ എന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ ഈ ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ ജിമിനെ വിളിക്കുന്ന കാര്യം പറയുന്നുണ്ട്. ജിമിൻ തന്നെ വിളിക്കലെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ജേഹോബിനെ ഹോബിയോങ് എന്ന് വിളിക്കുന്ന കാര്യം പറയുന്നുണ്ട്. പിന്നെ ജിന്നിനെ ജിൻ എന്ന് വിളിക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഇത് പറയുമ്പോൾ നംജുൻ സ്വയം ഞാൻ എന്താ ഹോബിനെ വിളിക്കലെന്ന് ആലോചിക്കുന്നുണ്ട്. ഹോബി, അതുപോലെ ഹോയ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആ വിളിച്ച കാര്യം പറഞ്ഞ കാര്യമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇനി നമുക്ക് കമന്റുകൾ വായിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആറാം സ്ക്രീനിന്റെ അടുത്ത് പോയിട്ട് കമന്റുകൾ വായിക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ വായിക്കുന്ന കമന്റ് എന്താന്ന് വെച്ചാൽ നീ ശരിക്കും റിയൽ ആണോ എന്നുള്ളതാണ്. അപ്പൊ ഇതെന്താ സംഭവം വിചാരിച്ചിട്ട് അതെന്താ അങ്ങനെയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കമന്റിൽ പറഞ്ഞാണ് നീ ഭയങ്കര ക്യൂട്ടാണെന്ന് പറയുമ്പോൾ നാണത്തോടെ താഴത്തേക്ക് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജിമിനോട് കുറച്ച് അടുത്തേക്ക് വരാൻ പറഞ്ഞ കാര്യം വായിക്കുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ ജിമിൻ സ്ക്രീനിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പിന്നെ അവരുള്ള കമന്റ് വായിക്കുന്നത് വേൾഡ് കപ്പ് ഫൈനലിന് അതിനെ കുറിച്ചാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് ആ ചർച്ച തുടങ്ങുകയാണെ. അപ്പൊ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് അവർ പറയണം അവർക്ക് തന്നെ അതൊരു അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ അവരെന്നെ ഒന്ന് അന്തം വിട്ടുന്ന കാര്യം പറയുന്നുണ്ട്. ക്രിസ് ഇങ്ങനെ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ ഉള്ള കാര്യം പറയുന്നുണ്ട്. അതേപോലെ ജിമിൻ ആ സമയത്ത് പറയുന്നുണ്ട് BTS എന്നുള്ള ഒരു സംഭവം വന്നിട്ടിപ്പോ ഞാൻ ജീവിതത്തിൽ അനുഭവിക്കാത്ത സംഭവങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെ അനുഭവിച്ചു വരികയാണെന്നുള്ള കാര്യം ജിമിൻ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് നിന്റെ ഈ മുടി നീട്ടി വളർത്തിയ പോലെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇത് പറഞ്ഞിട്ട് പറയുന്നുണ്ട് നിന്റെ മുടി ഇപ്പൊ എത്രത്തോളം വളർന്നടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവര് ജിമിൻ ആന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഞാൻ നിനക്ക് സ്ക്രീൻഷോട്ട് അയച്ചറിയില്ലേ നിന്റെ ഈ മുടിന്റെ കാര്യം പറഞ്ഞിട്ടെന്ന് പറയുമ്പോൾ അപ്പൊ ഇവരൊരു കാര്യം പറയാണ് ഇടയ്ക്കിടയ്ക്ക് ജിമിന്റെ ഈ ഒരു മുടി കുറച്ചും കൂടി നീളം നല്ല വെപ്പിച്ചിട്ട് മുട്ടിന്റെ അത്ര താഴേക്കൊക്കെ നീളം വെപ്പിച്ചിട്ട് നീ ഇത്ര മുടി വളർത്തോടാ, നീ
നീ ഇത്ര മുടി വളർത്തോളം എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഐനോട് ചോദിച്ചിട്ട് ഈ ഒരു സംഭവം ഇമേജ് ആക്കി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുക്കലുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഓരോരോ കമന്റുകൾ വായിക്കുന്നുണ്ട്. ആ കമന്റിന്റെ ഇടയിൽ കൂടെ വാലന്റൈൻ്റെ ഡേറ്റ് February 14th അല്ലേ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നത് അത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തേങ്ങിന്റെ ആ ഒരു മുടി ഡൈ ചെയ്തത് ടാനീനെ ചിന്തിച്ചിട്ടാണോ എന്നുള്ള സംഭവം ചോദിക്കുമ്പോൾ തേങ്ങ പറയുന്നത് അങ്ങനെ നല്ല ഞാൻ അങ്ങോട്ട് ചെയ്തു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ആരം ഇപ്പൊ അടുത്ത് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ, അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു പോസ്റ്റിന്റെ പിന്നിലുള്ള സ്റ്റോറിനെ കുറിച്ച് പറയുന്നുണ്ട്. രണ്ടാളും ഒരേപോലെ ഐഡന്റിറ്റിക്കലി ഡ്രസ്സ് ഇട്ടിട്ട് കരയുന്ന പോലത്തെ ഒരു പോസ്റ്റ് ആണല്ലോ, ആ ഒരു സ്റ്റോറിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു പിക്ചർ എടുക്കാൻ അവർ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് പോയിരുന്നത്. അവിടുത്തെ ഒരു സ്റ്റുഡന്റ് തന്നെ തിരിച്ചറിഞ്ഞ കാര്യം ആറാം പറയുന്നുണ്ട്. ഡു യു നോ BTS എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്റ്റുഡന്റ് ചോദിച്ചതും ആറമാണെന്ന് ചോദിച്ചതും ഒക്കെ ആറാം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി കാണാൻ നല്ല രസമുണ്ടെന്നുള്ള കാര്യം ആറാം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അവര് കുറെ സംസാരിക്കുന്നുണ്ട് ഇതിനെ കുറിച്ചൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുന്നത് അവരാ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളുണ്ടല്ലോ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആ ഒരു പെർഫോമൻസിന് കഴിഞ്ഞിട്ട് അയാളെ കുറിച്ച് പറയുന്നുണ്ട്. ആള് ഭയങ്കര ഷൈ ആണെങ്കിലും ആ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കയറി കഴിഞ്ഞ ആള് ഭയങ്കര ഇതായിട്ട് പറയും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ ആർമീസ് കമന്റിലൂടെ മെക്സിക്കോ അങ്ങനെ ഉണ്ടെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മെക്സിക്കോ നല്ല അടിപൊളിയായിരുന്നു, പിന്നെയും പോകാൻ തോന്നുന്നുള്ള കാര്യം മെമ്പേഴ്സ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ആ ഒരു പെർഫോമൻസിനെ കുറിച്ച് കോൺസേർട്ടിനെ കുറിച്ച് അങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഹോബി നമ്മുടെ പ്ലീസ് ഗീവ് മി എ ബോയ് ഫ്രണ്ട് നംജിൻ ചൂസൈ ആ ഒരു പാട്ടുണ്ടല്ലോ അത് കമന്റ് ആയിട്ട് വന്ന ആ ഒരു സംഭവം വായിക്കുന്നുണ്ട്. അപ്പോൾ നംജുൻ ചൂസയോ എന്നാണ് ഹോബി വായിക്കുന്നത്. അതിൽ നംജുൻ അവിടെ നിന്നിട്ട് നംജുനല്ല നംജിനാണെന്ന് പറഞ്ഞിട്ട് തിരുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ മെമ്പേഴ്സ് ഒക്കെ ഹെൽത്തി അല്ലേ, ബോഡിക്കൊന്നും കുഴപ്പമില്ലല്ലോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ടുള്ള കമന്റ് വരുന്നുണ്ട്. അപ്പോൾ അവർ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകണ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഹോബിയും പറയുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട്. ഹോബി പറയുമ്പോൾ നീ പറയുന്നുണ്ട് അപ്പോൾ ഏട്ടനല്ലെന്ന് പറഞ്ഞു നിന്ന് പുറം എന്തോ ചാടിപ്പോയിന്നോ അങ്ങനെ, അതായത് പുറത്ത് വേദന ഉണ്ട് എന്നുള്ള കാര്യം ആൾ പറഞ്ഞതല്ല. അപ്പോൾ ഒരു തമാശ രൂപത്തിൽ വി പറയുന്നുണ്ട്. പിന്നെ അവർ ഈ ഒരു കോൺസേർട്ടിന്റെ ഇടയ്ക്ക് സർപ്രൈസിംഗ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ആ സോങ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഒരു ആർമി ഒരു സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു പാട്ട് പ്ലേ ചെയ്യലെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇടുമ്പോൾ അവർ പറയുന്നുണ്ട് ഈ പാട്ട് വന്ന് തന്നെ വീണ്ടും വരാം. അത് പണ്ടത്തെ അവരെ പാട്ടുകൾ ഇവര് സർപ്രൈസിംഗ് ആയിട്ട് ഇടുന്നത് തന്നെ വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ പറയാൻ പറ്റില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഓരോന്നും അവർ പെർഫോം ചെയ്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. ലൗഡർ ദാൻ ബോംബ്സ് ഇതുവരെ അവർ അങ്ങനെ ലൈവായിട്ട് ചെയ്യാത്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് നല്ല പാട്ടാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അവരെന്നെ പറയുന്നുണ്ട് അതായത് നമ്മൾ വിചാരിക്കാതെ പോലെ ഒരുപാട് പാട്ടുകൾ നമ്മളെ ഇതിൽ നല്ലതായിട്ടുള്ള ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഇതിൽ പെർഫോം ചെയ്ത ഇപ്പോൾ ചിലതൊക്കെ ഈ സർപ്രൈസിങ് ആയിട്ട് വരുമ്പോൾ പെട്ടെന്ന് പെർഫോം ചെയ്യാൻ കിട്ടില്ലല്ലോ, അപ്പോൾ അത് പെർഫോം ചെയ്യുന്നതിന്റെ കാര്യം പറയുന്നുണ്ട്. അന്നത്തെ ദിവസം നോ മോർ ഡ്രീംസ് പെർഫോം ചെയ്ത കാര്യം പറയുന്നുണ്ട്. ഈ ഒരു നോ മോർ ഡ്രീംസിൽ തുടങ്ങിയിട്ട് പിന്നെ അത് ആദ്യം പണ്ട് പെർഫോം ചെയ്തതിനെ കുറിച്ച്, അതിന്റെ ഒരു പെർഫോമൻസിൽ ജിമിന്റെ ഒരു റോളിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അവരൊരു മാസ്റ്ററെ കുറിച്ച് അങ്ങനെ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് പറഞ്ഞ് പിന്നെ അവർ നെക്സ്റ്റ് പോവാനുള്ളത് ടൊറോണ്ടോലാന്ന് പറയുന്നുണ്ട്. അവിടെ ഫാൻ മീറ്റിങ്ങിന് അല്ലാതെ കോൺസേർട്ടിന് പോയ ഓർമ്മകളില്ലാന്ന് പറയുന്നുണ്ട്. അപ്പോൾ വി പറയുന്നുണ്ട് നമ്മൾ ആ ഒരു നയാഗര പോപ്പു, അതായത് അന്നൊരു BTS എപ്പിസോഡിൽ അവർ പോയ ആ ഒരു എപ്പിസോഡ് ഉണ്ടല്ലോ, ആ സംഭവത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് അവിടെ അല്ലേന്ന് പറയുമ്പോൾ ആരും പറയേണ്ടത് അത് അവിടെയാണോ, അത് അതിനടുത്തായിട്ടാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ട് അടിച്ച് എല്ലാവരും കൂടെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അവരിങ്ങനെ കോൺസേർട്ട് ചെയ്യാൻ പോണ സ്ഥലങ്ങൾ, പോവേണ്ട സ്ഥലങ്ങൾ, അങ്ങനെ സംഭവങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു കമന്റ് വരുന്നുണ്ട്. യുങ്കിയേട്ടന്റെ കാലിന് എന്താ പറ്റിയ, യുങ്കിയേട്ടൻ ഇങ്ങനെ ഞൊണ്ടി ഞൊണ്ടി നടക്കണ കണ്ടില്ല എന്ന് പറഞ്ഞൊരു കമന്റ് വരുന്നുണ്ട്. അപ്പൊ അതിനവരിത് പറയാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള സ്റ്റാഫിനോട് ചോദിക്കുന്നു. പിന്നെ അവരെന്നെ പറയുന്നുണ്ട് എന്താ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ, അങ്ങനത്തെ കാര്യമൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ജിം പറയുന്നുണ്ട് ഞാൻ ആ ഏട്ടനോട് പോവണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാണെന്ന് ദേഷ്യത്തോടെ എന്താ പറയുന്നത്. എന്നിട്ട് അവരെന്നെ പറയുന്നുണ്ട് അതായത് യുങ്കിയേട്ടൻ അവിടെ പോയിട്ട് വ്ലോഗ് ഷൂട്ട് ചെയ്തതിന്റെ കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ പറയുന്നുണ്ട് സോറി നമ്മളൊക്കെ സ്പോയിൽ ചെയ്തെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് യുങ്കിയേട്ടനോട് സോറി പറയുന്നുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ യുങ്കിയേട്ടൻ ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ തടി കൂടുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഡയറ്റ് എടുക്കലും റണ്ണിങ് ചെയ്യലൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. അവരെ കൂട്ടത്തിൽ തന്നെ നിന്നിട്ട് നന്നായിട്ട് റണ്ണിങ് ഒക്കെ ചെയ്യായിരുന്നു. അപ്പൊ അതും പറഞ്ഞിട്ടാണ് യുങ്കിയേട്ടൻ ഈ ഒരു മാരത്തോണിന് പോയത്. ഒരു മാരത്തോണിന് പോയതാണ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ മാരത്തോണിന് പോയി വന്നപ്പോൾ ആള് കോൺസെർട്ടുള്ള ദിവസമായിരുന്നു. കോൺസെർട്ടിന്റെ അന്ന് രാവിലെ പോയി ആള് ഈവനിങ് കോൺസെർട്ട് ആയപ്പോഴേക്ക് കാല് ഞൊണ്ടിയായിരുന്നു. അതെന്തായാലും ഇല്ലാതിരിക്കില്ല. രാവിലെ ഒരു 12 കിലോമീറ്ററോളാണ് ആള് മാരത്തോണിന് ഓടിയിട്ട് ഈ ഒരു കോൺസെർട്ടിന് പോണത്. അപ്പൊ പിന്നെ എന്തായാലും കാലിന് പ്രശ്നം വരും. എന്നിട്ട് ഈ ഒരു സ്റ്റോറി പറയുന്ന ഇടയ്ക്കൊക്കെ ജിമ്മിൻ പറയുന്നുണ്ട് കേട്ടോ, യുങ്കിയേട്ടനോട് ഞാൻ പറഞ്ഞതാണ് പോകണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഇതിന് പോയി വന്നിട്ട് യുങ്കിയേട്ടൻ അങ്ങനെ വൈകുന്നേരം ഈ ഒരു പെർഫോമൻസ് ആയപ്പോഴത്തേക്ക് വൈകുന്നേരം ഈ കാല് വേനക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്ലൈ പറഞ്ഞതാണെന്ന് അത് പറഞ്ഞൊന്നും ജിമ്മിൻ പറയുന്നുണ്ട് കേട്ടോ.
പിന്നെ പറയുന്നുണ്ട് കുഴപ്പമില്ല യുങ്കിയായിട്ട് എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യും, എന്നാലും കുഴപ്പമില്ലല്ലോ, നമ്മളെ പെർഫോമൻസിനൊന്നും ബാധിച്ചില്ല, പെർഫോമൻസ് ഒക്കെ ഇതുവരെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് പോയ കാര്യം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അവർ. അങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് വി പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ നമ്മളെ മെമ്പേഴ്സ് എന്തെങ്കിലും ഒന്നും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവർ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതൊന്നും അവരെ പിന്തിരിപ്പിക്കുക എന്നുള്ളത് ഈസി ആയിട്ടുള്ള കാര്യമില്ല, അതൊന്നും അവരെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഇവരും തന്നെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അവർ പിന്നെ കുറെ അവരെ മിലിറ്ററി സ്റ്റോറീസ് പറയുന്നുണ്ട്, വി പറയുന്നുണ്ട്, ജിമി പറയുന്നുണ്ട്, നംജുൻ പറയുന്നുണ്ട്. അത് കുറെ ഉണ്ട് കേട്ടോ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഞാനത് വേറൊരു പാർട്ടിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇതിപ്പോൾ തന്നെ ഔട്ട് ഓഫ് ടൈം ആയി കഴിഞ്ഞു, ഒരുപാട് ടൈം ഇപ്പോൾ എക്സ്പ്ലനേഷൻ ആയി. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുക വെച്ചാൽ ഇവിടെ നിൽക്കൂല. എനിവേ അത് ഞാൻ നെക്സ്റ്റ് ടൈം വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞത് അവർ ആ AMAന്റെ വോട്ടിന് ആർമിസ്റ്റ് ചെയ്യുന്ന വോട്ടിന്റെ കാര്യം പറഞ്ഞ കമന്റ് വായിക്കാണ്. പിന്നെ കമന്റ് വായിച്ച മെക്സിക്കോന്റെ കാര്യം നിങ്ങൾ പറഞ്ഞോ എന്നുള്ള കാര്യം ഒരു കമന്റ് വരുമ്പോൾ അറം പറയുന്നത് ഞങ്ങൾ 10 മിനിറ്റോളം സംസാരിച്ച് ഇവിടെ മെക്സിക്കോന്റെ കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ വി പറയുന്നുണ്ട് അങ്ങനത്തെ കമന്റ് ഒക്കെ നമ്മൾ ഒഴിവാക്കിയാൽ മതി എന്ന കാര്യം പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ പറഞ്ഞ് അവർ ആ ഒരു ഈ കോൺസെർട്ടിന്റെ ഇടയ്ക്ക് പ്രപ്പോസ് ചെയ്തൊരു കപ്പിൾസ് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു സംഭവം വായിക്കുന്നുണ്ട്. ആ ഒരു സംഭവം വായിച്ചിട്ട് ജിമിൻ ഉണ്ടോ ശരിക്കും? അപ്പൊ ബാക്കിയുള്ളവർ കണ്ടിട്ടുണ്ട്, ജെഹോബും ആർമോ കണ്ടിട്ടുണ്ട്, പക്ഷെ ജിമ്മി കണ്ടിട്ടില്ല. അപ്പൊ ജിം പറയുന്നുണ്ട് അങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നതൊക്കെ നല്ലൊരു ഇമോഷണലി സംഭവം നല്ലൊരു ഇതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ വി പറയുന്നുണ്ട് അങ്ങനെ എങ്ങാനും പ്രപ്പോസ് ചെയ്തിട്ട് റിജക്ട് ചെയ്താൽ എന്താ ചെയ്യാന്ന് പറയുമ്പോൾ മെമ്പേഴ്സ് കൂടി ചിരിക്കുന്നുണ്ട്. വി എന്താ പറയുന്നത് എങ്ങാനും നമ്മൾ ഇതൊക്കെ പോയിട്ട് പ്രപ്പോസ് ഒക്കെ ചെയ്ത് അത്ര ആൾക്കാരെ വീണ്ടും റിജക്ട് ചെയ്താൽ എന്താന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ആറം പറയുന്നുണ്ട് എന്നാൽ അതൊക്കെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിലല്ല ഈ പ്രപ്പോസലൊക്കെ വരിക എന്നുള്ള കാര്യം ആറം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നംജുൻ മാരിമി കുറെ കാണുന്നുണ്ട്. അതായത് ഇപ്പൊ നംജുന് പ്രപ്പോസൽസ് കുറെ വരുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ജിം പറയുന്നുണ്ട് നംജുന്റെ വല്ലാതെ കല്യാണ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല അതുകൊണ്ടാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്കും അതായത് വിക്കും ജിമിനായിരിക്കും പ്രപ്പോസൽസ് വരിക എന്നുള്ള കാര്യം പറയുന്നത്. ഏജ് ആവുകയാണല്ലോ, കൊറിയൻ ഏജ് അനുസരിച്ച് അവർ കല്യാണം കഴിക്കുന്ന ഏജ് ഒക്കെ ആയല്ലോ, ആ കാര്യം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീന്റെ ഒരു വേസ്റ്റിലുള്ള ടാറ്റു ഉണ്ടല്ലോ, അത് ജിമിൻ കഴിഞ്ഞ ഒരു കോൺസെർട്ടിന്റെ ഇടയ്ക്ക് ടീഷർട്ട് പൊക്കിയപ്പോ കണ്ടല്ലോ എല്ലാവരും, ആ ഒരു സംഭവം പറയുന്നുണ്ട്. അപ്പൊ വി പറയുന്നുണ്ട് അത് ഇവൻ ആ ഒരു ഇത് പൊക്കിയത് കൊണ്ടാണ് എല്ലാവരും കണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ജിമിൻ സോറി ഇടാന്ന് പറയുമ്പോൾ വി പറയുന്നുണ്ട് അത് സാരല്ല, ഞാൻ അതിന് മുന്നേ തന്നെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടായിരുന്നു, പക്ഷെ ഒരാൾ ശ്രദ്ധിച്ചില്ല, അതങ്ങോട്ട് മൊത്തമായിട്ട് ഒഴിവാക്കി, അവിടെ എന്താ പാട് വന്നാണെന്നൊക്കെ പറഞ്ഞ്, പക്ഷെ അവിടെ ഞാൻ ടാറ്റു അടിച്ച് ഞാൻ ഓൾറെഡി ഫോട്ടോ ഇട്ട് കാണിച്ചു കൊടുത്തതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട്. അത് അപ്പോൾ ജേഹബ് പറയുന്നുണ്ട് എന്റെ കൂടെ വന്നിട്ടാണ് അവൻ ടാറ്റു ചെയ്തെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ഇവർ ഈ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട ഇടയ്ക്ക് തേ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നംജും വിചാരിക്കേണ്ട തേ ഒരു ലൈവിൽ നിന്ന് ഇറങ്ങി പോവാണെന്നാണ്. തേനോട് നംജും പറയുന്നുണ്ട് തേ അത് നല്ല കാര്യമല്ല കേട്ടോ, മാനേഴ്സ് ഇല്ലാത്ത കാര്യമാണെന്ന് കൊണ്ട് തേനെ തിരിച്ചു വിളിക്കുന്നുണ്ട്. അങ്ങനെ ഫണ്ണി ആയിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം അവരെല്ലാവരും പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഞങ്ങൾ ഹോജി നംതെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലൈവ് ഓഫാക്കി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ തേ അവിടെ പോയിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ വന്നിട്ട് കളിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എൻഡിങ്ങിൽ അവർ പറയുന്നുണ്ട് ഇതുവരെ ഞങ്ങൾ സ്റ്റാൻഫോർഡിലായിരുന്നു പെർഫോമൻസ്, ഇനി ഞങ്ങൾ ലാസ് വേഗാസിക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ ഈ ഒരു ലൈവ് എൻഡ് ചെയ്തിട്ട് പോണത് എല്ലാവരും കൂടെ. അപ്പോൾ ഏകദേശം ഒരു 1.25 മണിക്കൂറോളം ഉണ്ടെന്നൊരു ഈ ഒരു ലൈവില് ഇവർ 4 ആളായത് കൊണ്ട് തന്നെ 4 ആൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ കൂടി ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് എനിക്ക് ആ 1.25 മണിക്കൂറൊന്നും തികയില്ല. അപ്പൊ ഞാൻ വളരെ ചുരുക്കിയാണ് കേട്ടോ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈവ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിവേ നെക്സ്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ ആർമീസ്.